സേർദേർ നമ്മുടെ ആര്യൻ ഖാന്റെ ബാസ്റ്റേഴ്സ് ഓഫ് ബോളിവുഡ് കണ്ടായിരുന്നു. റെഡ് ചില്ലീസിന്റെ പ്രൊഡക്ഷൻ, ഷാറുഖ് ഖാന്റെ മകൻ നെപ്പോ. നമുക്ക് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടു തീർക്കാന്നുള്ളതേ ഉള്ളേ. ഈ ഒരു സാധനം ഞാൻ കണ്ടു തീർത്തപ്പോഴാണ് മനസ്സിലായത്, ഈ നെപ്പോ കിഡ്സിനെ നമുക്ക് എല്ലാവരും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കഴിവുള്ള നെപ്പോ കിഡ്സ് ഉണ്ട്. സോ ആര്യൻ ഖാനെ നമുക്ക് ആ കൂട്ടത്തിൽ എടുത്താം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ എത്ര നല്ല കഴിവുള്ള നെപ്പോ കിഡ്സ് ഉണ്ട്, അതുപോലെ ആര്യൻ ഖാനും ആക്ച്വലി നല്ല കഴിവുള്ള നെപ്പോ കിട്ടാണ്. ഈ സാധനം എടുത്തു വെച്ചേക്കണെന്ന് പറഞ്ഞാൽ പീക്ക് സാധനം. സർക്കാസമാണ് ഇതിനകത്ത്. ബോളിവുഡിലെ എല്ലാ ടീമുകളെയും സർക്കാസം മുതലൂടെ അയാൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ലോബി, മാഫിയ, ബോളിവുഡ് നെക്സസ്, അണ്ടർ വേൾഡ്, ഈ ഡ്രഗിന്റെ ഇഷ്യൂ. ആരെയും കാരണം ഡ്രഗിൽ പിടിച്ചില്ല, അതിനൊരു കൊട്ട്. പിന്നെ പലരെയും മോക്ക് ചെയ്യുന്നുണ്ട്, സെൽഫ് ട്രോൾ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. നല്ല നൈസ് സ്ക്രിപ്റ്റ്. ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന നമ്മുടെ കില്ലിലെ നായകനും അതിൽ തന്നെ വില്ലനും ഉണ്ടല്ലോ, രാഘവ്. ഇവർ രണ്ടുപേരുമാണ് ചെയ്തേക്കുന്നത്. പടപടപടപടെ പോകുമേ. നമുക്ക് ഈ ലാഗൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊരു ലവ് ട്രാക്ക് കയറി വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നെസസറി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു കോർ എലമെന്റ് ആണ് ഈ ഒരു സീരീസിന്റെ. സോ അപ്പൊ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനമല്ല. ബോബി ഡിയോളുണ്ട്. ബോബി ഡിയോളിന്റെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ലതാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. എനിക്ക് ആക്ച്വലി കില്ലില്ല ഈ നായകന് ആക്ഷനൊക്കെ ഓക്കെ ആണെങ്കിലും ആ സമയത്ത് എനിക്ക് പുള്ളിയുടെ മുഖത്തൊന്നും അധികം ഭാവം വരുന്നില്ല എന്ന് എനിക്ക് തോന്നി. എല്ലാത്തിലും ഒരു സട്ടിലായ ഒരു ഭാവമാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പുള്ളിയുടെ അഭിനയത്തിലാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. രാഘവ് കിൽഡിലെ ആക്ടറാണ്, നല്ല പെർഫോമർ, ഡാൻസ് ആണ്. അയാളുടെ കൊടുത്തിട്ടുള്ള ആ റോള്, രാഘവ് ഈസ് ബീങ് രാഘവ്, മറ്റേ ആ ഒരു സാധനമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അയാൾക്ക് പറ്റുന്നൊരു ചേർന്ന ഒരു കഥാപാത്രം. ഇത് സീസൺ 2 ആക്ച്വലി വമ്പൻ ഒരു ട്വിസ്റ്റ്, ഒരു നല്ല ട്വിസ്റ്റ് കൂടെ തന്നിട്ടാണ് ഈ പടം വരുന്നത്. ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമുക്കങ്ങനെ ഇതെന്താ സാധനം എന്ന് ചിന്തിക്കുന്ന ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആണ്. നല്ല സാധനം. അപ്പൊ ഇത് സെക്കൻഡിലോട്ട് ഒരു ലീഡ് ഇട്ടേക്കുന്നത് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനത്തിലാണ് അത് കൊണ്ട് വെച്ചേക്കുന്നത്. സോ ഇത് ഓർത്ത് വച്ചാണ്. നമുക്ക് ഇത് ഒരുപാട് പേരൊന്നും മലയാളത്തിൽ അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കണ്ടില്ല, ഇതിന്റെ റിവ്യൂ ഒന്നും ഇട്ട് കണ്ടില്ല. ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണുന്നേ ഉള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് ഇരുന്ന് അധികം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വിഷ്വലി ആയിട്ട് അല്ലെങ്കിൽ പോലും വാക്കുകളിലൂടെ തെറിവിളി, ഇവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തെറിവാക്കുകളുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന കണക്കത്തെ ഒരുപാട് തെറിവാക്ക് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാ സിറ്റുവേഷനിലും ഇവർ വാക്ക് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാവുന്നവർക്ക് അറിയാൻ തെറിയാണെന്ന് അവരത് കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. 18+ ആണ് സ്ട്രിക്ട്ലി. പിള്ളേർക്കൊന്നും പറ്റിയ സാധനമല്ല. ഒരുപാട് 18+ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അങ്ങനത്തെ കുറെ കണ്ടന്റിനകത്ത് കാണിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. നല്ല കിടിലം സാധനം. നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ആ ആസ്വാദന നിലവാരത്തിൽ നിന്ന് നമ്മൾ സർക്കാസം കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റും. സോ ആര്യൻ ഖാൻ എനിക്ക് തോന്നുന്നു തിയേറ്റർ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. നല്ലൊരു സിനിമ അയാൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. ഓക്കെ.